ത്രിയേക ദൈവത്തിൻ്റെ ആദിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനിയും വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അറിയിച്ചത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമാണ്. ഈ മാസത്തിലെ 29ാമത്തെ ദിവസമാണ്. ഈ വർഷത്തിലെ 180ാമത്തെ ദിവസം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ ഈ 29ാം തീയതി ഒരേ ദിവസം തന്നെ രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് പാരമ്പര്യവും ചരിത്രവും നമ്മോട് പറയുന്നു. നമുക്ക് ഒരിക്കൽ കൂടി പത്രോസ് ശ്ലീഹായെയും പൗലോസ് ശ്ലീഹായുടെയും ആ ചരിത്രം അതിൻ്റെ വളരെ രത്നച്ചുരുക്കമായി ഒന്ന് നോക്കാം. പത്രോസ് ശ്ലീഹ 3 പേരുകളാൽ അറിയപ്പെട്ടിരുന്നു: ശിമോൻ, കേഫ ആൻഡ് പത്രോസ്. കേഫ അരമായ ഭാഷയാണ് പാറ എന്നർത്ഥം. പത്രോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ് പാറ എന്ന് തന്നെ അർത്ഥം. ശിമോന്റെ ലോപിച്ച രൂപമാണ് ശിമോൻ. കേഫ എന്ന പേര് യേശു ശിമോന് കൊടുത്ത പേര് ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. തികഞ്ഞ പരമാർത്ഥതയും നേതൃശക്തിയും നിർമ്മല സ്നേഹവും നിറഞ്ഞ ഒരു വ്യക്തിത്വത്തെയാണ് പത്രോസിൽ നാം കാണുന്നത്. ആയതുകൊണ്ട് ശിഷ്യ സമൂഹത്തിൽ ഒന്നാമനായും യേശുവിൻ്റെ ഏറ്റവും ഉറ്റബന്ധമുള്ള ശിഷ്യന്മാരിൽ ഒരുവനായും അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടു. മരുഭൂമലയിലും ഗത്സമന തോട്ടത്തിലും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തോട് ശിഷ്യ സമൂഹത്തിന് നേതാവായി പത്രോസ് കാര്യങ്ങൾ വളരെ ഭംഗിയായി ക്രമീകരിച്ചു എന്നും നമുക്ക് ഏവർക്കും അറിയാം. ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ പ്രസംഗകൻ മാത്രമല്ല, ആദ്യത്തെ അത്ഭുത പ്രവർത്തകനും ആദ്യത്തെ കടുപുള്ളിയും കൂടിയായിരുന്നു വിശുദ്ധ പത്രോസ്. വിശുദ്ധ പത്രോസ് യഹൂദ്യയിലും പരിസര പ്രദേശങ്ങളിലും അന്ത്യോക്യയിലും അതിൻ്റെ ചുറ്റുപാടും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും റോമിലും തൻ്റെ സുവിശേഷം അറിയിച്ചു. നീറോ ചക്രവർത്തിയുടെ തീരുമാനപ്രകാരം അദ്ദേഹം ക്രൂസിൽ തറയ്ക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടു. തൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ തലകീഴായി ക്രൂസിൽ ഏറ്റി എന്ന് പാരമ്പര്യവും ചരിത്രവും നമ്മോട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം AD 67 ജൂൺ 29ാം തീയതി വിശുദ്ധ പൗലോസ് ശ്ലീഹായോടൊപ്പം സംഭവിച്ചു എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധ പത്രോസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്താണ് റോമിലെ സുപ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ 2 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ട്. 1-ാം ലേഖനം യെരുശലേമിൽ വെച്ചും 2-ാം ലേഖനം റോമിൽ വെച്ചും എഴുതപ്പെട്ടത് ആകണം. അടുത്ത ശ്ലീഹ ആണ് പൗലോസ് ശ്ലീഹ. 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ അല്ലെങ്കിലും ജാതികളുടെ അപ്പോസ്തലത്വത്തിലേക്ക് ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവനും ആ ദൗത്യം അതുല്യമായ നിലയിൽ നിർവഹിച്ച് ശ്ലീഹ ഗണത്തിൽ പ്രമുഖനായി അംഗീകരിക്കപ്പെട്ടവനും ആണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. ഗലാത്യർ 1:1 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏഷ്യൻ ഭാഗത്ത് കിലിക്യ പ്രദേശത്തെ തർസോസിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച ഒരാൾ ആയിരുന്നു ശൗൽ എന്ന പൗലോസ്. ഗലീലായിൽ നിന്നും തർസോസിലേക്ക് കുടിയേറി പാർത്തതാകാം എന്നാണ് കരുതുന്നത്. തർസോസിൽ ജനിച്ചതുകൊണ്ട് ശൗൽ റോമാ പൗരത്വത്തിൽ അർഹനായിരുന്നു. ശൗൽ വിദ്യാസമ്പന്നനായിരുന്നു. ശൗലിൻ്റെ മാനസാന്തരവും പൗലോസ് ആയി മാറിയതും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പൗലോസ് 3 മിഷണറികൾ ചെയ്തിട്ടുണ്ട് എന്നും അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാമത്തെ മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2-ാമത്തേത് മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 35 മുതൽ 18-ാം അധ്യായം 22 വരെയുള്ള വാക്യങ്ങൾ കാണാം. 3-ാം മിഷണറി യാത്ര എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 23-ാം വാക്യം മുതൽ 21-ാം അധ്യായം 16 വരെയുള്ള ഭാഗത്തും നോക്കുമ്പോൾ നമുക്ക് ഈ 3 മിഷണറി യാത്രയെക്കുറിച്ചും മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പല ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും
പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് വിശുദ്ധ പൗലോസ് AD 67 നീറോ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം റോമിൽ വെച്ച് ശരീരഛേദനം ചെയ്യപ്പെട്ടുവെന്നാണ് വിശുദ്ധ പൗലോസിന്റെ രക്തസാക്ഷിത്വ ദിനമായി സഭ ആചരിക്കുന്നത്. പരിശുദ്ധ പത്രോസ്ലീഹായോടൊപ്പമാണ് ഇത് സംഭവിച്ചത്. 2 പേരും ഒരേ ദിവസം രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം കരുതാൻ. ഉൾപ്പെടുത്തിയതിലും ഗ്രന്ഥകർത്തൃത്വത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഉദാഹരണം എബ്രായർ. ഇന്ന് ഈ പത്രോസ് പൗലോസ് സ്ത്രീയന്മാരെ കുറിച്ച് നാം പറയുമ്പോൾ അവർ 2 പേരും വളരെ പ്രധാനപ്പെട്ടവർ തന്നെ ആയിരുന്നു എന്നതിന് 2 അഭിപ്രായം ഇല്ല. ഒരേ ദിവസം രക്തസാക്ഷിത്വം വഹിച്ചതിനാൽ അവർ 2 പേരുടെയും കൂടി ഒന്നിച്ച് ആണ് പെരുന്നാൾ നാം ആചരിക്കുന്നത്. ഇന്ന് പത്രോസ് പൗലോസ് സ്ത്രീയന്മാരുടെ നാമത്തിൽ പെരുന്നാൾ ആചരിക്കുന്നിടത്ത് വിശുദ്ധ കുർബാനയിൽ ദേവൻ കുല്യൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 3 മുതൽ 16 വരെയുള്ള വേദഭാഗമാണ്. വീട്ടുടമസ്ഥൻ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിന് വേലക്കാരെ വിളിച്ചാക്കുവാനും അവർക്ക് പ്രതിഫലം നൽകുന്നതുമാണ് ഈ ദിവസത്തെ ഏവങ്കല്യോൻ. വേലക്കാരോട് ഒരു വെള്ളിക്കാശ് ദിനാറോ കൂലി നിശ്ചയിച്ചിട്ടാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചത്. മത്തായി ശ്ലീഹാ രക്ഷാസുവിശേഷം 20:2. മുന്തിരിത്തോട്ടം ഇസ്രായേലിന്റെ പ്രതീകമാണ്. ഒരു ദീനാറോ അക്കാലത്ത് ഒരു ദിവസത്തെ കൂലിയാണ് നിശ്ചയിച്ചത്. ഒരു ദിവസം എന്നത് ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടമെന്നോ മനുഷ്യ കുലത്തിന്റെ മുഴുവൻ കാലഘട്ടമെന്നോ എന്ന് വ്യാഖ്യാനിക്കാം. പ്രഭാതത്തിൽ അതായത് 6 AM വന്നവരെ കൂടാതെ 3-ാം മണിക്ക് അതായത് 9 AM, 6-ാം മണിക്ക് അതായത് 12 noon, 9-ാം മണിക്കും അതായത് 3 PM, 11-ാം മണിക്ക് വന്നവർ അതായത് 5 PM. മെനക്കെട്ട് നിൽക്കുന്നവരെ യജമാനൻ കൂലിക്ക് വിളിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. ഓരോ മണിക്കൂറും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ശിശു പ്രായമെന്നോ യുവത്വമെന്നോ വയസ്സെന്നോ വാർദ്ധക്യമെന്നോ കരുതാവുന്നതാണ്. ആദിമ സഭയിൽ ആദ്യമേ വിളിക്കപ്പെട്ടവർ യഹൂദന്മാരും പിന്നീട് വിളിക്കപ്പെട്ടവർ ജാതികളുമാകുന്നു. ഈ കാലഘട്ടത്തിൽ ആദ്യ വിളിക്കപ്പെട്ടവർ സഭയിൽ ജനിച്ചു വളർന്നവരും പിന്നീട് വിളിക്കപ്പെട്ടവർ സഭയിൽ ചേർന്ന് വന്നവരുമാണ് എന്ന് ഒരു വ്യാഖ്യാനം ഉണ്ട്. ദൈവത്തെ അനുഗമിച്ച് ജീവിതം നയിക്കുന്നതിനുള്ള പ്രതിഫലം എന്ത്? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ യേശു നൽകുന്ന മറുപടി, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും എന്ന് 27-ാം വാക്യം മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 19-ാം അധ്യായത്തിൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെ അനുഗമിക്കുന്നവർക്കും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവർക്കും ലഭിക്കുന്ന സൗഭാഗ്യമാണ് ഇവിടെ സ്പഷ്ടമാക്കുന്നത്. 11-ാം മണി നേരത്തെ അതായത് 5 PM വന്നവർക്കും പ്രഭാതത്തിൽ വന്നവർക്ക് അതായത് 6 AM വന്നവർക്കും സന്ധ്യയായപ്പോൾ ഉള്ള ഒരു വെള്ളിക്കാശ് പ്രതിഫലം, ഓരോ വെള്ളിക്കാശ് പ്രതിഫലം കിട്ടി. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20:8 മുതൽ 10 വരെയുള്ള ഭാഗം സന്ധ്യാസമയം സഭ കാലഘട്ടത്തിൻ്റെ അവസാനത്തെയും ന്യായവിധിയുടെയും ദിവസത്തെയും സൂചിപ്പിക്കുന്നു. 11-ാം മണിക്ക് അതായത് 5 PM വന്നവരാണ് അവസാനം വന്നവർ. പ്രഭാതത്തിൽ അതായത് 6 AM വന്നവരാണ് ആദ്യം വന്നവർ. പ്രഭാതം മുതൽ ജോലി ചെയ്ത് ആദ്യം വന്നവർക്കും 11-ാം മണിക്ക് വന്നവർക്കും അവസാനം വന്നവർക്കും തുല്യ കൂലി ലഭിച്ചു. അത് പിറുപിറുപ്പിന് കാരണമായി എന്ന് വേദപുസ്തകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. യേശു പഠിപ്പിച്ചത് ആദ്യം വന്നവർ അവരുടെ ദീർഘമായ
സേവനത്തെക്കുറിച്ച് അഹങ്കരിക്കരുത്. മാത്രമല്ല അവസാനം വന്നവരോട് ഇഷ്ടക്കേടും തോന്നരുത്. കാരണം എല്ലാവരെയും വിളിച്ച് വേലയ്ക്ക് നിയോഗിച്ചത് ദൈവമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനത്തിലും നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കുവാനും നല്ല പ്രതിഫലം അവകാശമാക്കുവാനും സാധിക്കുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പ്രവർത്തിക്കാമെന്ന ധാരണയിൽ മുന്തിരിത്തോട്ടത്തിലെ വേല മാറ്റിവെക്കരുത്. നാളത്തെ ദിവസം നിങ്ങൾ അറിയുന്നില്ലല്ലോ. യാക്കോബ് ശ്ലീഹായുടെ പൊതുവിനെഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ്റെ ന്യായവിധി സ്വാഭാവികമായതോ വ്യാപാര സംബന്ധമായതോ അല്ല, കരുണയിൽ പ്രകാശമായിരിക്കും. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 15-ൽ പറയുന്നുണ്ട്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. റോമർ 9:15. ദൈവത്തിൻ്റെ പക്കൽ അനീതി ഒരു നാളും ഇല്ല. റോമർ 9:14. ഉണർവോടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ച പരിശുദ്ധന്മാരായ പത്രോസ്, പൗലോസ്, സ്ലീഹന്മാരുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം പത്രോസ്, പൗലോസ്, സ്ലീഹന്മാരുടെ ആ പേരിൽ നാം ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ നമുക്ക് അവരുടെ മധ്യസ്ഥതയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യാചിക്കാം. അതിന് ഈ ദിവസം കാരണമായി തീരട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.